22 വർഷങ്ങൾക്ക് മുമ്പ് അഥവാ 2001 നടന്ന പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പുതിയ ഒരു പാർലമെൻറ്റ് ആക്രമണമാണ് കഴിഞ്ഞ ബുധനാഴ്ച നടന്നത്. അന്നത്തെ ആക്രമണത്തിൽ അഫ്സൽ ഗുരു എന്ന ഒരാളെ നമുക്ക് പ്രതിയായി കിട്ടി. ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ തീവ്രവാദി സംഘമായതുകൊണ്ട് അതുമാത്രമല്ല, അവർ കൊല്ലപ്പെടുകയും ചെയ്തതുകൊണ്ട് അതിൽ നമുക്ക് നടപടി വേണ്ടി വന്നില്ല. എന്നാൽ അവരെ ഡൽഹിയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന നിലയിൽ അഫ്സൽ ഗുരുവിനെ ആ കേസിൽ നമ്മൾ ശിക്ഷിച്ചു, വധശിക്ഷയ്ക്ക് വിധേയമാക്കി. കാശ്മീറുകാരനായ ഈ അഫ്സൽ ഗുരുവിനെ കൊണ്ട് ഈ തീവ്രവാദികളെ ഡൽഹിയിൽ നിർബന്ധപൂർവം താമസിപ്പിക്കാൻ വേണ്ട ഓർഡർ കൊടുത്ത കാശ്മീരിലെ സെക്യൂരിറ്റി ഓഫീസറായിരുന്ന ദേവീന്ദർ സിംഗ്, അദ്ദേഹം തന്നെയാണ് തീവ്രവാദികൾക്ക് വാഹനം എടുത്തു കൊടുക്കാനും നിർബന്ധിച്ചത്. കാശ്മീരിലെ സെക്യൂരിറ്റി ഓഫീസറായ ദേവീന്ദർ സിംഗിൻ്റെ ഉത്തരവ് അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ നിർദ്ദേശം നടപ്പിലാക്കിയില്ലെങ്കിൽ അതൊരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ചും കാശ്മീറുകാരനായ അഫ്സൽ ഗുരുവിന് ഏത് നിമിഷവും വേണമെങ്കിൽ ഒരു കാശ്മീർ തീവ്രവാദിയായി കേസിൽ കൊടുക്കപ്പെടാം എന്നതുകൊണ്ട് തന്നെ ദേവീന്ദർ സിംഗിൻ്റെ ആ ആജ്ഞ നിർവഹിച്ചുകൊണ്ട് ഈ രണ്ട് തീവ്രവാദികൾക്ക് ഡൽഹിയിൽ താമസ സൗകര്യവും വാഹനവും ഏർപ്പാടാക്കി കൊടുത്തു എന്നതാണ് അഫ്സൽ ഗുരുവിൻ്റെ പേരിലുണ്ടായ കുറ്റം. എന്നാൽ ഈ വക കാര്യങ്ങളൊക്കെ തൻ്റെ വക്കീലിന് അയാൾ എഴുതിയിരുന്നു. അയാൾ അവസാന കാലത്ത് ഇതൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ തന്നെയും ആ വഴിക്കൊന്നും അന്വേഷണം പോയില്ല. ദേവീന്ദർ സിംഗിലേക്കോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊന്നും അന്വേഷണം പോവാതെ അഫ്സൽ ഗുരു എന്ന ഒരു വ്യക്തിയെ കിട്ടിയതുകൊണ്ട് അതിൽ നമ്മൾ ആ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഓർമ്മ ദിനം കൂടിയായ 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഒരു പാർലമെൻറ്റ് ആക്രമണം നടന്നിരിക്കുന്നത്. ഈ പാർലമെൻറ്റ് ആക്രമണത്തിന് പിടിയിലായ രണ്ടാളുകൾ അവർ ഒരു MP-യുടെ സ്പോൺസർഷിപ്പിൽ ആണ് പാർലമെൻറ്റിൽ എത്തിയത് എന്നതാണ് വസ്തുത. ഒരു MP-യുടെ സപ്പോർട്ടില്ലാതെ, അനുമതിയില്ലാതെ അഥവാ പാർലമെൻറ്റിൽ ഒരു സന്ദർശകൻ എത്തണമെങ്കിൽ നടപടിക്രമങ്ങളുടെ റൂൾ 386 അനുസരിച്ച് പെർമിഷൻ വാങ്ങേണ്ടതുണ്ട്. തലേ ദിവസം തന്നെ അത് വാങ്ങിയിരിക്കണം. അതുമാത്രമല്ല, അതിനപേക്ഷിക്കുന്ന MP-യെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ആളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവനായിരിക്കണം. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഉറ്റ സ്നേഹിതന്മാരോ ഒക്കെ ആയിരിക്കണം. MP-ക്ക് അവരെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവർക്കും വേണ്ടി മാത്രമേ പാസ് വാങ്ങാവൂ എന്ന് നിബന്ധന പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് BJP-യുടെ ഒരു MP, കുടക് മൈസൂർ ഭാഗത്തു നിന്നുള്ള MP, ഈ ആക്രമണകാരികൾക്ക് പാസ് അനുവദിച്ച് നൽകുന്നത്. മുമ്പ് പാർലമെൻറ്റ് ആക്രമണത്തിന് ആര് വരികയാണെങ്കിലും ത്രിതല സെക്യൂരിറ്റി സംവിധാനമുണ്ടായിരുന്നു. ആ കടമ്പ കടന്നു വേണം അകത്തേക്ക് വരാൻ. എന്നാൽ പുതിയ പാർലമെൻറ്റിൽ അത് 5 കടമ്പകൾ കടന്നു വേണം എത്താൻ എന്നതാണ് വസ്തുത. അത്രയും സെക്യൂരിറ്റി കൂടിയ പുതിയ പാർലമെൻറ്റിലാണ് ഇവർ കടന്നെത്തിയത്.
ഇങ്ങനെ കടന്നെത്തി ഈ സെക്യൂരിറ്റി കൗണ്ടറുകൾ അത്രയും കടന്നാണ് ഇവർ പാർലമെൻറ്റിലെത്തിയത്. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം നടക്കുന്ന സമയത്ത് ഇവർ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ബഹളം വെച്ച് വർണ്ണ സ്പ്രേ അടിക്കുകയും ചെയ്തു എന്നാണ് വാർത്ത. ഏതായാലും ഇത്രയും സെക്യൂരിറ്റി കടന്ന് അതിനകത്തേക്ക് ഈ സ്പ്രേ കുറ്റിയുമായി അവർ എത്തിയെങ്കിൽ അതൊരു പക്ഷേ നാളെ ചെറിയ തോക്കോ റിവോൾവറോ പിസ്റ്റളോ ഒക്കെ ആയിക്കൂടായൊന്നുമില്ല. ആധാർ കാർഡ് വേണം, അത് കാണിക്കണം. അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് MP-യുടെ അനുവാദത്തോടെയുള്ള പാസ് വേണം. ഇതൊക്കെ കഴിഞ്ഞ് ബോഡി സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാണ് അകത്ത് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ബോഡി ചെക്കപ്പ് വരെ നടക്കുമ്പോൾ അതിൽ നിന്ന് വരെ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ഒരു ചെറിയ സെക്യൂരിറ്റി പിഴവല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് എന്തിനു വേണ്ടിയായിരുന്നു, എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള സംഭവം? കാരണം ഇത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ മറികടന്ന് ഈ ഒരു സ്പ്രേ അടിക്കൽ യഥാർത്ഥത്തിൽ പുതിയ പാർലമെൻറ്റിൻ്റെ സെക്യൂരിറ്റി സംവിധാനത്തെ വ്യക്തമാക്കലായിരുന്നോ? സംവിധാനം മോശമാണ് എന്ന് വ്യക്തമാക്കലായിരുന്നോ? അതല്ലെങ്കിൽ നാളെ ഇത്തരത്തിൽ ഒരാക്രമണത്തിന് മുതിർന്നാൽ അത് നടത്താൻ കഴിയുമോ എന്നതിൻ്റെ റിഹേഴ്സലായിരുന്നോ? അതുമല്ലെങ്കിൽ ഇവരുടെ പിന്നിലെ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? അത് സ്പ്രേ അടിക്കലിൽ അവസാനിപ്പിച്ചതായിരുന്നോ? ഇതൊക്കെ ഇനി അന്വേഷണത്തിൽ വരേണ്ടതാണ്, വരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഏതായിരുന്നാലും ഇത് ഒരു MP നടത്തിയതാണ്, അല്ലെങ്കിൽ ആ MP അറിഞ്ഞുകൊണ്ടാണ്, അതുമല്ലെങ്കിൽ ആ MP-യുടെ കെയർ ഓഫിലാണ്. ആ MP BJP-കാരനാണ് എന്നതുകൊണ്ട് ഇത് മാത്രമല്ല, ഇതിലെ പ്രതികളാരും മുസ്ലിം പേരുള്ളവരില്ല എന്നതും, ഇവർക്ക് അനുമതി പാസ് കൊടുത്ത വ്യക്തി ഒരു മുസ്ലിം MP അല്ല എന്നതും, അതുമല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള BJP-യുടെ MP അല്ലാത്ത പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും MP അല്ല എന്നതും ഈ കേസിൻ്റെ ഗൗരവം മാധ്യമങ്ങളിൽ അങ്ങ് ഇല്ലാതാക്കുകയാണ്. ബിനോയ് വിഷയം പറഞ്ഞതുപോലെ ഇത് ഒരു മുസ്ലിം പേരുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പേരുൾപ്പെട്ട ഈ ആക്രമണ സംഘത്തിൽ ഒരു പേരോ, അതുമല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും സംഘടനയിലെ ഒരു അംഗമോ ആയിരുന്നെങ്കിൽ സർക്കാരിൻ്റെയും BJP-യുടെയും സംഘപരിവാറിൻ്റെയും മാധ്യമങ്ങളുടെയും അഥവാ മാപ്രകളുടെയും ഒന്നും സമീപനം ഇതായിരിക്കില്ല. എന്തൊക്കെ ബഹളമായിരിക്കാം ഇവിടെ. ബിനോയ് വിശ്വം പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. പാർലമെൻറ്റിൽ കടന്നു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ മാധ്യമപ്രവർത്തകനായ രാജ്ദീപ് സർദേശായി എക്സിൽ ഇതേക്കുറിച്ച് കുറിച്ചത് ഇങ്ങനെയായിരുന്നു: അക്രമികൾ ഉപയോഗിച്ചത് BJP-യുടെ മൈസൂർ കുടക്ക് MP പ്രതാപ് സിംഹ ഒപ്പിട്ടു നൽകിയ പാസ്സായിരുന്നു. ഈ വസ്തുത ആസ്പദമാക്കിയാണ് ദേശായി തൻ്റെ കുറിപ്പെഴുതിയത്. അക്രമികൾക്ക് പാസ് നൽകിയത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് അദ്ദേഹം ചോദിക്കുന്നു.
പാർലമെൻറ്റിൽ അതിക്രമിച്ചു കയറിയവരിൽ പാസ് നൽകിയത് ഉവൈസിയോ ഡാനിഷ് അലിയോ ആയിരുന്നെങ്കിലോ ചിന്തിച്ചു നോക്കൂ എന്നായിരുന്നു അദ്ദേഹം തൻ്റെ എക്സിൽ കുറിച്ചത്. രാത്രി 12:04 അദ്ദേഹം എക്സിൽ ഇത് കുറിച്ചു വെച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോയി. ഇത് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മറ്റൊരു രൂപത്തിൽ പറഞ്ഞത്. ഏതായിരുന്നാലും ഇതിലൊരു മുസ്ലിം നാമം ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ എങ്കിലും അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ നടന്ന ആക്രമണത്തിൽ വാഹനം സംഘടിപ്പിച്ചു കൊടുത്ത ഒരാൾ മുസ്ലിം പേരുള്ള ആളായി എന്നതുകൊണ്ട് അദ്ദേഹത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ആ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ തീവ്രവാദികളെ ഡൽഹിയിലേക്ക് എത്തിച്ചത് നേരത്തെ പറഞ്ഞ ദേവീന്ദർ സിംഗ് എന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിരുന്നു. കാശ്മീരിൽ നിന്ന് ഒരുപക്ഷെ വിമാനത്താവളത്തിൽ നിന്ന്, കാരണം കാശ്മീർ എയർപോർട്ടിൻ്റെ സെക്യൂരിറ്റി പദവിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഏതായിരുന്നാലും എങ്ങനെയായാലും കാശ്മീരിൽ നിന്ന് അവരെ ഡൽഹിയിലേക്ക് എത്തിച്ചത് അദ്ദേഹമായിരുന്നു. ആ ദേവീന്ദർ സിംഗാണ് പിന്നീട് പുൽവാമ ആക്രമണ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനവും ഇതേ ദേവീന്ദർ സിംഗിൻ്റെ കയ്യിലായിരുന്നു എന്നതായിരുന്നു വാർത്ത. അതിനും ശേഷം അതേ ദേവീന്ദർ സിംഗാണ് പിന്നീട് കാശ്മീരിൽ നിന്ന് ആയുധസമേതം 2 തീവ്രവാദികളെ ഡൽഹിയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന സമയത്ത് പിടിയിൽപ്പെട്ടത്. മുമ്പ് ആദ്യത്തെ ഡൽഹി പാർലമെൻറ്റ് ആക്രമണം നടന്നത് BJPക്ക് പ്രതിസന്ധിയുണ്ടായ അന്നത്തെ BJP ഭരണത്തിൽ കാർഗിൽ യുദ്ധാനന്തരമുണ്ടായ ശവപ്പെട്ടി കുംഭകോണം 25,000 ശവപ്പെട്ടിക്ക് 1.25 ലക്ഷം വിലയിട്ട് ഒരു ജവാൻ മരിച്ചാൽ 1 ലക്ഷം പോക്കറ്റിലേക്ക് വരുന്ന രീതിയിലായിരുന്നു അന്നത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്തെ ശവപ്പെട്ടി കുംഭകോണം. ആ പ്രശ്നം പൊങ്ങി ബഹളമായിരിക്കുന്ന സമയത്തായിരുന്നു പാർലമെൻറ്റ് ആക്രമണം. അതോടെ ആ പ്രശ്നം അങ്ങ് അവിടെ അവസാനിച്ചു. പാർലമെൻറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയിലേക്ക് വന്നു. ശവപ്പെട്ടി കുംഭകോണം വാർത്താമാധ്യമങ്ങളിൽ നിന്ന് അസ്തമിക്കുകയും ചെയ്തു. അതുപോലെ ഇപ്പോൾ നടന്ന ഈ പാർലമെൻറ്റ് ആക്രമണം എന്തിൻ്റെങ്കിലും സൂചനയാണോ? നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായി എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് നമ്മോട് പറഞ്ഞത് മുൻ കാശ്മീർ ഗവർണർ BJP നേതാവുമായിരുന്ന സത്യപാൽ മാലിക്കാണ്. ചിലപ്പോൾ ആരെങ്കിലും കൊല്ലപ്പെടാം, അല്ലെങ്കിൽ അയോധ്യയിൽ ക്ഷേത്രത്തിൽ ഒരു സ്ഫോടനം നടക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള പലതും സംഭവിക്കാം ഇലക്ഷന് മുമ്പ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാം പുൽവാമ ആക്രമണം നടന്നതിൻ്റെ പശ്ചാത്തലം അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു. അതിൻ്റെ പേരിൽ ദേശീയത ഉയർത്തി നമ്മൾ സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തി ദേശീയത ഉയർത്തിക്കാട്ടി ആ ഇലക്ഷനിൽ BJPക്ക് മൈലേജ് കൂട്ടാൻ സാധിച്ചു. എന്നതുപോലെ തന്നെ അടുത്ത ഇലക്ഷന് മുമ്പായി എന്തെങ്കിലും മൈലേജ് കൂട്ടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ടായിരുന്നോ ഈ നടന്ന സംഭവം എന്നൊക്കെ കാലമാണ് തെളിയിക്കേണ്ടത്. അതൊന്നും അന്വേഷണത്തിലൂടെ ചിലപ്പോൾ തെളിഞ്ഞു വന്നുകൊള്ളണമെന്നില്ല. അനുഭവത്തിലൂടെ കാലം തെളിയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരുന്നാലും ഇപ്പോൾ പിടിക്കപ്പെട്ടവർക്കെതിരെ കർശനമായും നടപടി ഉണ്ടാകും. അന്വേഷണം അതിൻ്റെ വഴിക്കാണ് പോകുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അതിനായി നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് രാജ്യത്തിന് വേണ്ടി മാനസികമായ എല്ലാ സപ്പോർട്ടും നൽകാം. ഈ ഘട്ടം പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ഒരു വാർഷികം എന്ന നിലയ്ക്ക് നമുക്ക് വളരെയേറെ പ്രയാസം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഉണ്ടാക്കിയ
ഒരു ദിവസത്തിൻ്റെ ഓർമ്മ കൂടിയായിരുന്നതുകൊണ്ട് കൂടുതൽ നാം ജാഗരൂകരായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.